ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ് വരണം അല്ലെങ്കിൽ ഒരു കോള് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ചില മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, അതായത് നമ്മുടെ മൈൻഡ് യൂസ് ചെയ്ത് തന്നെ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ലൈഫിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആ ഒരു പേഴ്സണെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. ലൈവായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാജിക് അല്ല. ഇത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മൈൻഡിൻ്റെ പവർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇതിൽ പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് വർക്കാവില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തായാലും നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് വർക്കാവോ ഇല്ലേന്ന് നോക്കാം. അങ്ങനെ ഒരു 50-50 ഇതിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർക്കാവില്ല. നിങ്ങൾക്ക് 100%ഉം ഇത് വർക്കാവും. എൻ്റെ മൈൻഡിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കിത് അച്ചീവ് ചെയ്യാൻ, അതായത് നമ്മളുടെ ആ ഒരു പേഴ്സൻ്റെ കോളോ മെസ്സേജോ നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് വർക്കാവുള്ളൂ. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് ക്ലിയർ ഇൻറ്റൻഷൻ. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുക, ക്ലിയർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആരാണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു കോള് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഫേസും ആളുടെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു കോള് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും നിങ്ങൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഐ ആം റിസീവിങ് ദ മെസ്സേജ് ഫ്രം ദം. അതായത് അവരിൽ നിന്ന്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ പേരുണ്ടാവുമല്ലോ, ആ പേഴ്സണിൽ നിന്ന് എനിക്ക് മെസ്സേജ് റിസീവ് ആവുന്നുണ്ട്, അതായത് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് കോൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3 times പറയുക. നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം, നിങ്ങളത് മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരിക്കണം ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കോള് നിങ്ങൾക്ക് വരുന്നതായിട്ട്. ഇപ്പം നമ്മൾ ചെയ്തൊരു കാര്യം എന്ത് ഇമ്പാക്റ്റ് ആണ് ഇതിൽ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈ ഒരു കാര്യം നടന്നു. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കോൾ ചെയ്തു, ആ ഒരു സംഭവം ഓൾറെഡി നടന്നതായിട്ട് നിങ്ങൾ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു നമുക്ക് ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏതൊരു വേയിലാണ് നമ്മളിത് ഇമാജിൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങളുടെ ഫോൺ ഏതാണോ ആ ഒരു ഫോണ് ഇപ്പോൾ ടേബിളിലോ അല്ലെങ്കിൽ ബെഡിലോ നിങ്ങൾ എവിടെയാണോ അത് കീപ്പ് ചെയ്യാറുള്ളത് അവിടെ ഇരിക്കുന്നു. അതിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ ഒരു കോള് വരുന്നു. ആ കോള് വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ പേര് അതിൽ എഴുതി കാണിക്കുന്നു. അല്ലെങ്കിൽ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആളുടെ പേരിൽ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റിസീവ് ആവുന്നു. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻ ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴല്ല, ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ എണീറ്റതിന് ശേഷവും അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേയും 2 സമയത്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3 അഫർമേഷൻസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ, അതായത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് നിങ്ങൾ പറയുക നിങ്ങളുടെ മൈൻഡിനോട്. ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പേര് പറയാം നമ്മൾ, ആ ഒരു പേഴ്സൺ എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഒരു പേഴ്സൺ എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു അഫർമേഷൻ ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആസ് ഈസ് നാച്ചുറൽ. അതായത് ഇതും ഒരു അഫർമേഷൻ ആണ്. അത് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്,
ഞങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതും നിങ്ങൾ രാവിലെ എണീച്ചതിന് ശേഷവും അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു അഫർമേഷനാണ്. മൂന്നാമത്തെ കാര്യം, ഐ ഈസിലി റിസീവ് മെസ്സേജ് ഫ്രം ദം. അതായത് ഇപ്പം നമ്മൾ ഈ അഫർമേഷനും അല്ലെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അവരിൽ നിന്ന് ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പേഴ്സണിൽ നിന്നും കോള് വരും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ മെസ്സേജ് എനിക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ എനിക്ക് മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ ഇതിൽ ഏതാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 അഫർമേഷൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് രാവിലെ എണീറ്റ ഉടനെയും അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുന്നേയും. ഈ 2 ടൈമിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല. അതായത് നമ്മളിപ്പോൾ ഈ 4 ടെക്നിക്കും ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് ഇറ്റ് ഗോ. അതായത് ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മെസ്സേജ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വർക്ക് ആവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മറന്നു കളയുക. അതായത് നിങ്ങളിപ്പോൾ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ മെസ്സേജ് വരും, ഇപ്പോൾ കോൾ വരും, അങ്ങനെ പറഞ്ഞിരിക്കാതെ ഓക്കെ അത് വന്നോളും, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തല്ലോ, ഇനി നിങ്ങൾ അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവരെ സ്റ്റോക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് അവരിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാം. അല്ല ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത്, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിന് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗ്ലോ അപ്പ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ വല്ല മ്യൂസിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് വർക്ക് ആവും. ഇനി നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്ലെയിം ഇറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്ററും കൂടെ കമൻറ്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.